Watch full episodes on Jio Hotstar. നമ്മള് കര പോലും കാണാതെ ഇതുവരെ 8 ദിവസമായി. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറ. അവസാനം നമ്മുടെയൊക്കെ ജീവിതം ഈ കടലിൽ തന്നെ അവസാനിക്കോ? എന്നാ പിന്നെ അവസാനത്തെ ബാക്കി തന്നെ വരാം. രമേ, നീ ഒന്നും ഒളിച്ചു വെക്കല്ലേ. ശിവയോടെല്ലാം തുറന്നു പറ. പേടിക്കേണ്ട കാര്യമില്ല. ഭൂതങ്ങളൊക്കെ വെറും കഥകളിൽ മാത്രമായിരിക്കും കാണാം. ഇതെന്താ സംഭവിക്കുന്നത്? ഇതിന്റെ പ്രൊഫൈലർ പൊട്ടിപ്പോയി. ഇനി പെഡൽ മുഖേന വേണം തുഴയാൻ. എന്റെ അമ്മ, ഇത് ഭൂതങ്ങളുടെ ഷിപ്പ് പോലെ ഉണ്ടല്ലോ ശിവ. വെള്ളം ഇത് ഏത് സ്ഥലമാണ്? രേവ, എനിക്ക് യൂടി. നമ്മളിപ്പോ എവിടെയാ? ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഇത് ഭൂതങ്ങളുടെ ഷിപ്പാണെന്ന്. ഇത് തന്നെയാ ഭൂതങ്ങളുടെ ഷിപ്പ്. നമ്മൾ ശരിക്കും കുടുങ്ങി. ക്യാപ്റ്റൻ സ്കള്ളിന്റെ അടുത്ത ഇരകൾ എത്തിക്കഴിഞ്ഞു. വിവരമില്ലാത്ത കുട്ടികളെ, നിങ്ങൾ ഇവിടെ വന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. നിനക്കെന്നെ തൊടാൻ പോലും പറ്റില്ല കുട്ടി. വന്ന് പിടിച്ചോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിനക്കെന്നെ തൊടാൻ പോലും പറ്റില്ല കേട്ടോ. ശിവ, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ശിവ, ഈ ഗോസ്റ്റ് നമ്മളെയൊക്കെ കൊന്നുകളയും. ശിവ, ഞങ്ങൾ ഒറ്റയ്ക്കാക്കിട്ട് പോകല്ലേ. ശിവയ്ക്ക് എന്റെ സഹായം ആവശ്യം വരും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നാ ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ ഇയാളെ ശരിയാക്കണം. വിവരമില്ലാത്ത കുട്ടി, നീ കപ്പലിലേക്ക് വന്നത് വലിയൊരു തെറ്റ് തന്നെയാ. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അവിടെയും ഒരു ഗോസ്റ്റ്, ഇവിടെ ഒരു ഗോസ്റ്റ്. രണ്ടു വീതം ഗോസ്റ്റ്. എന്തോ കുഴപ്പമുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ. പിടിക്ക് തന്നെ. അവിടെ നിക്ക്. ഏയ്, തുറക്ക്. ഇത് മുഴുവനും സ്മഗിൾ ചെയ്ത സാധനങ്ങളാണല്ലോ. ഞങ്ങളുടെ രഹസ്യമൊക്കെ നീ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഒരിക്കലും നിനക്ക് രക്ഷയില്ല. രേവ, വേഗം വന്ന് ഞങ്ങളുടെ കെട്ടയച്ചു വിട്. ദുഷ്ടന്മാര് കാണുന്നതിന് മുന്നേ അയച്ചു വിട്. ഞാൻ രക്ഷപ്പെട്ടു.
എന്റെ സാറേ, സാറ് ഇവിടെ ഉണ്ടായിരുന്നോ? വെള്ളം എടുക്ക്, വെള്ളം. സാറേ, വെള്ളം കുടിക്ക്. എനിക്ക് സാറേ. എന്റെ സാറേ, സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ എന്ത് പറയാനാ പേടാ, ഞാൻ ക്രിമിനൽസിനെയൊക്കെ ജയിലിൽ ഇടുന്നവനെ അറിയോ? പക്ഷേ ഇന്നല്ലേ ഈ ഭൂതങ്ങൾ എന്നെ ജയിലിലിട്ടു, അറിയോ? ഇതെന്താ ഗോസ്റ്റ് പൈററ്റ്സോ? ഇവർക്ക് എന്തിനാ ആയുധങ്ങളോ ഇത്രയധികം മൃഗങ്ങളൊക്കെ? അതിനെ കുറിച്ച് നീ ഓർക്കണ്ട പെണ്ണേ. ഇത് വേദാനഗരത്തിൽ നിന്നും ഒരുപാട് ദൂരെ പോകുന്ന ഒരു ഷിപ്പാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ കടലിലേക്ക് വലിച്ചെറിയും കേട്ടോ. ഒരാൾക്കും നിങ്ങളെ കണ്ടുപിടിക്കാനാവില്ല. ഒന്നാമത് ഇവർ നല്ലോണം പേടിച്ചിട്ടുണ്ട്. നീ ലൈറ്റ് ഓഫ് ചെയ്ത് ജനലാട്ടുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിയേ. എടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചത് നീയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. ഈ ഷിപ്പ് ആരാണെന്ന് ഓടിക്കുന്നത്? വരൂ, നമുക്ക് പോയി നോക്കാം. ഇതെന്താണ് വീല് തന്നെ ചുറ്റിത്തിരിയുന്നത്? ഇങ്ങനത്തെ ഭൂതങ്ങളെ മനുഷ്യരെ പേടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരു ഭൂതം മറ്റു ഭൂതങ്ങളെ പേടിപ്പിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇത് നമ്മുടെ ശിവയാണ്. ശിവ, നിങ്ങൾ ഭൂതങ്ങളെ ഞാൻ ഭൂതങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. വരൂ. വേണ്ട ഭൂതമേ, ഞങ്ങൾ മനുഷ്യരാണ്, അല്ലാതെ ഭൂതമല്ല. ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങൾ രണ്ടുപേരും ബ്രദേഴ്സ് ആണ്. ഞങ്ങൾ വെറുതെ ഭൂതങ്ങളുടെ വേഷം ഇടുന്ന ആൾക്കാരാ. ആരും ഞങ്ങളുടെ സ്മഗ്ലിംഗ് ഷിപ്പിന്റെ അടുത്ത് വരാതെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളോട് ക്ഷമിക്കണേ ഭൂതരാജാവേ. എടാ, ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. എല്ലാവരെയും പേടിപ്പിച്ച് സ്മഗ്ലിംഗ് ചെയ്ത് അങ്ങനെ സുഖിച്ച് ജീവിക്കാന്ന് കരുതിയല്ലേ? ഇനി ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാൻ. വരൂ പേടാ, രണ്ടിനെയും വേഗം അറസ്റ്റ് ചെയ്യ്. അല്ല ശിവ, നിനക്കെങ്ങനെ ഇതൊക്കെ മനസ്സിലായത്? ഇവര് രണ്ടുപേരും ഭൂതങ്ങളല്ലാന്ന്. അതായത് ഞാൻ ക്യാപ്റ്റൻ സ്കള്ളിന്റെ കയ്യിൽ വാച്ച് കണ്ടിരുന്നു.
പക്ഷേ ശിവ, നീ എങ്ങനെയാ ഗോസ്റ്റിന്റെ ആക്ടിങ് ചെയ്തത്? ഗോസ്റ്റ് ആവുന്നത് വളരെ എളുപ്പവും നല്ല രസകരവുമാണ് യൂടി. അതെ ശിവ, നിനക്ക് ഭയങ്കര ബുദ്ധിയാ. എന്റെ ഹലോവിൻ പാർട്ടിയിൽ നീയാണ് ബെസ്റ്റ് ആവാൻ പോകുന്നത് കേട്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.